സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യമാണ് എൻഗേജിങ് കണ്ടന്റ് ക്രിയേഷൻ. എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്യുന്ന നടത്തല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുവിധ ബിസിനസ്സുകാർക്കൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. അവരൊന്നും എന്ത് ചെയ്യില്ല, ഒരു വ്യക്തമായ കലണ്ടർ പാറ്റേൺ ഉണ്ടാക്കില്ല, കലണ്ടർ ഷെഡ്യൂൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഒരു കലണ്ടർ ഷെഡ്യൂൾ ഉണ്ടാക്കുക. പോലെ ഇന്നിപ്പോ എൻഡ് ഓഫ് ദ മന്ത് ആയി, നെക്സ്റ്റ് മന്തിലേക്കുള്ള കലണ്ടർ പ്ലാൻ ഇപ്പോൾ റെഡിയാണ്. അടുത്ത മാസത്തേക്ക് 1-ാം തീയതി മുതൽ 31st വരെ കലണ്ടർ പ്ലാൻ ഉണ്ടാക്കുക. ആ കലണ്ടർ പ്ലാനിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക January 1 ന്യൂ ഇയറിന്റെ ഒരു ബാനർ പോകണം. അപ്പൊ ആ മന്തിലെ സ്പെഷ്യൽ ഡേയ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓരോ മന്തിലെ സ്പെഷ്യൽ ഡേയ്സ് ആ കലണ്ടർ പ്ലാൻ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ്സിൽ ആ കമ്പനിയുടെ അവരുടെ എന്തൊക്കെയാണോ അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ എൻ്റയർ ടീം ചില സമയത്ത് ചില ബിസിനസ്സുകൾ ഇത്രയും പ്രൊഡക്റ്റുകൾ ഈ മാസം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഫോർ ദ മന്ത് ആയിരിക്കും. അപ്പൊ ആ പ്രോഡക്റ്റുകൾക്ക് ഒരു കലണ്ടർ ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആ പ്രൊഡക്റ്റുകളിൽ ഫസ്റ്റ് വീക്കിൽ ഇത്ര പ്രൊഡക്റ്റ്, സെക്കൻഡ് വീക്കിൽ ഇത്ര പ്രൊഡക്റ്റ്, തേർഡ് വീക്കിൽ ഇത്ര പ്രൊഡക്റ്റ് അവർ തീരുമാനിക്കുക. അപ്പൊ അതിൽ എത്ര വീഡിയോ വേണം, എത്ര റീൽസ് ഉണ്ടാക്കണം, എത്ര ബാനർ വേണം, അത് ഡിഫൈൻ ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്യൽ ഇവിടെ. നമ്മളൊരു മാസം മുമ്പേ നമ്മൾ കലണ്ടർ പ്ലാൻ സെറ്റ് ആക്കും. അപ്പൊ അങ്ങനെ ഒരു കലണ്ടർ പ്ലാൻ സെറ്റ് ആക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കി എൻഗേജിങ് കണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കുക. കണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ChatGPT ഉപയോഗിക്കാൻ പറഞ്ഞ പോലെ